അധ്യായം 2. ഈ പുസ്തകം എഴുതുന്നതിനുള്ള ഉദ്ദേശം, ഈ ഉദ്യമത്തിനുള്ള അപര്യാപ്തതയും ധൈര്യവും, ചൂടുപിടിച്ച വാഗ്വാദം, ഹേമന്ത് പാന്ത് എന്ന വേദാന്തപരവും സുപ്രധാനവുമായ നാമകരണം, ഒരു ഗുരുവിൻ്റെ ആവശ്യകത. കഴിഞ്ഞ അധ്യായത്തിൽ ഗ്രന്ഥകാരൻ മറാത്തിയിൽ എഴുതിയ മൂലഗ്രന്ഥത്തിൽ ഈ പുസ്തകം എഴുതുവാനുള്ള സാഹചര്യങ്ങളെയും ഇത് വായിക്കാൻ അർഹതപ്പെട്ടവരെയും മറ്റും പ്രസ്താവിക്കാമെന്ന് പറഞ്ഞതിനെ ഈ അധ്യായത്തിൽ അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നു. ഈ പുസ്തകം എഴുതുന്നതിൻ്റെ ഉദ്ദേശം. 1-ാം അധ്യായത്തിൽ സായിബാബ ഗോതമ്പ് പൊടി ഗ്രാമാതിർത്തിക്ക് പുറത്ത് വിതറി കോളറ നിയന്ത്രിച്ച അതിശയ ലീലയെപ്പറ്റി പ്രസ്താവിച്ചുവല്ലോ. പിന്നീട് അനവധി അതിശയ ലീലകളെപ്പറ്റി കേൾക്കാനിടവന്ന എനിക്കുണ്ടായ ആനന്ദധാര ഒഴുകിയതാണ് ഈ കാവ്യം. സായിബാബയുടെ അതിശയ ലീലകൾ വിവരിക്കുന്ന ഒരു ഗ്രന്ഥം ഭക്തന്മാർക്ക് ആനന്ദകരവും ഉപദേശകരവും ആയിരിക്കുമെന്നും അതവരുടെ പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുമെന്നും ഉദ്ദേശിച്ചാണ് സായിബാബയുടെ ജീവിതത്തെപ്പറ്റിയും ഉപദേശങ്ങളെപ്പറ്റിയും ഞാൻ പ്രതിപാദിക്കുന്നത്. ഒരു ഋഷിയുടെ ജീവിതം വിവാദപരവും സാധാരണക്കാരന് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതുമാണ്. അത് നമുക്ക് സത്യത്തിൻ്റെയും മാഹാത്മ്യത്തിൻ്റെയും വഴി കാണിച്ചു തരുന്നു. ഈ ഉദ്യമത്തിനുള്ള അപര്യാപ്തതയും ധൈര്യവും. ഹേമന്ത് പാന്തിന് ഇത്തരത്തിലുള്ള ഒരു പുസ്തകം എഴുതാൻ പറ്റിയ ഒരാളല്ല ഞാൻ എന്നൊരു ധാരണയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ജീവിതത്തെ പോലും എനിക്കറിയില്ല, എൻ്റെ സ്വന്തം മനസ്സിനെ പോലും എനിക്കറിയില്ല. എന്നിരിക്കെ ഒരു ഋഷിയുടെ ജീവിതത്തെപ്പറ്റി എഴുതാനും വേദങ്ങളാൽ പോലും കഴിയാത്ത അവതാര മാഹാത്മ്യത്തെപ്പറ്റി വിവരിക്കാനും എനിക്കെങ്ങനെ കഴിയും? മറ്റൊരു ഋഷിയെ അറിയുന്നവൻ തന്നെത്താൻ ഒരു ഋഷിയായിരിക്കണം. എന്നിരിക്കെ അവരുടെ മഹാത്മ്യത്തെപ്പറ്റി ഞാൻ എങ്ങനെ വിവരിക്കും? ഒരു ഋഷിയുടെ ജീവിതത്തെപ്പറ്റി വിവരിക്കുക ഏറ്റവും ശ്രമകരമാണ്. അത് 7 കടലിലെ വെള്ളം അളക്കുന്നതിനും ആകാശം തുണികൊണ്ട് മൂടുന്നതിനും സമമാണ്. ഇത് എന്നെ ആൾക്കാരെ കൊണ്ട് പരിഹസിപ്പിക്കലായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കാരണത്താൽ സായിബാബയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഹാരാഷ്ട്രയിലെ സുപ്രധാനനായ കവിയും ഋഷിയുമായ ശ്രീ ജ്ഞാനേശ്വർ മഹാരാജ് ഒരിക്കൽ പറയുകയുണ്ടായി, ഋഷിയുടെ ജീവിതത്തെപ്പറ്റി എഴുതുന്നവരെ ദൈവം പ്രേമിക്കുന്നു എന്ന്. ഋഷിമാർക്കും ഭക്തന്മാരുടെ ആശയ്ക്കനുസരിച്ച് അത്തരം പ്രവൃത്തികൾ പൂർത്തീകരിച്ചു കൊടുത്ത് അവരുടെ സേവനം സ്വീകരിക്കുന്നത് ഒരു പ്രത്യേക സ്വഭാവമാണ്. ഋഷിമാർ പ്രചോദനം കൊടുക്കുന്നതോടുകൂടി ഭക്തൻ ഒരു പണിയായുധവും ഉപാധിയുമായി മാറി അത്തരം പ്രവൃത്തികൾ വിജയത്തിൽ കലാശിക്കുന്നു. ഉദാഹരണമായി, ശകവർഷം 1700-ാം ആണ്ടിൽ മഹീപതി എന്ന കവി ഋഷിമാരുടെ ജീവചരിത്രത്തെ എഴുതാൻ ആഗ്രഹിച്ചു. ഋഷിമാർ അദ്ദേഹത്തിന് പ്രചോദനം കൊടുത്ത് ആ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ ശകവർഷം 1800-ാം ആണ്ടിൽ ദാസ്കനുവിൻ്റെ സേവനങ്ങളെ സ്വീകരിക്കപ്പെട്ടു. അദ്ദേഹം എഴുതിയ 4 പുസ്തകങ്ങളാണ് ഭക്തവിജയം, സന്തവിജയം, ഭക്തലീലാമൃത്, സന്തകഥാമൃത് എന്നിവ. ഇവയിൽ ആധുനിക ഋഷിമാരുടെ ജീവചരിത്രങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ഭക്തലീലാമൃതിൻ്റെ 31, 32, 33 അധ്യായങ്ങളിലും സന്തകഥാമൃതിൻ്റെ 57-ാം അധ്യായത്തിലും സായിബാബയുടെ മാധുര്യമാർന്ന ജീവിത രീതിയും സന്ദേശങ്ങളും വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവ സായി ലീലാ മാസികയിൽ 17-ാം വാള്യം 11, 12 പതിപ്പുകളിൽ പ്രത്യേകമായി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. വായനക്കാരോട് ഈ അധ്യായങ്ങൾ വായിക്കാൻ നിർദ്ദേശിക്കുന്നു. അതുപ്രകാരം തന്നെ സായിബാബയുടെ അത്ഭുത ലീലകൾ ശ്രീ സായിനാഥ് ഭജനമാല എന്നൊരു ചെറിയ പുസ്തകത്തിൽ ബാന്ദ്രാക്കാരിയായ ശ്രീമതി സാവിത്രിബായ് രഘുനാഥ് ടെണ്ടുൽക്കർ എഴുതിയിട്ടുണ്ട്. ദാസ്കനു മഹാരാജും സായിബാബയെപ്പറ്റി മധുരമായ കവിതകൾ എഴുതിയിട്ടുണ്ട്. ഗുജറാത്തിയിൽ ആമിദാസ് ഭവാനി മേത്ത എന്ന ഭക്തനും സായിബാബയുടെ കഥകൾ എഴുതിയിട്ടുണ്ട്.
സായിനാഥ് പ്രഭ എന്ന ഷിർദിയിലെ ദക്ഷിണ ഭിക്ഷ സാംസ്തവക മാസികയിലെ ഏതാനും പതിപ്പുകളിലും ഈ കഥകൾ വന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു ചോദ്യം ചോദിക്കാനിടയുണ്ട്. ഇത്രയധികം സായി കഥകൾ എഴുതിയിരിക്കെ എന്താണ് ഇത്തരത്തിലുള്ള ഒരു സച്ചരിതത്തിൻ്റെ ആവശ്യമെന്ന്? അതിന് ഋജുവും ലളിതവുമായ ഉത്തരവുമുണ്ട്. സായി ബാബയുടെ ജീവചരിത്രം അനന്തമായ സമുദ്രത്തിന് സമാനമാണ്. അതിൽ മുങ്ങിത്തപ്പുന്ന ഏതൊരാൾക്കും വിലപിടിച്ച രത്നങ്ങളാകുന്ന ജ്ഞാനവും ഭക്തിയും ലഭിക്കും. അവയെ പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യാം. സായിബാബയുടെ സന്ദേശങ്ങളും കഥകളും ഉദാഹരണങ്ങളും മാസ്മര ശക്തിയുള്ളവയാണ്. അത് ജനങ്ങൾക്ക് ശാന്തിയും സമാധാനവും നൽകുന്നു. അതോടുകൂടി തന്നെ ലൗകികത്തിൻ്റെ കഷ്ടപ്പാടുകളും വ്യസനങ്ങളും ഭാരങ്ങളും മറക്കാനും വിജ്ഞാനവും ബുദ്ധിയും പകർന്നു കൊടുത്ത് ആധ്യാത്മികത്വത്തിലേക്ക് നയിക്കുവാനും അവ സഹായിക്കുന്നു. വേദതുല്യമായ ബാബയുടെ പ്രഭാഷണങ്ങളും സന്ദേശങ്ങളും ശ്രദ്ധിച്ച് മനനം ചെയ്യുന്നവർക്ക് അവരാഗ്രഹിക്കുന്നതെന്തും, അതായത് ബ്രഹ്മങ്കലുള്ള ഐക്യവും അഷ്ടവിധ യോഗസിദ്ധിയും ധ്യാനശക്തി മുതലായതുകളും ലഭിക്കുന്നു. അക്കാരണത്താൽ ഈ സൽക്കഥകളെ സംഭരിച്ച് സമാഹാരമാക്കാൻ ഞാൻ തീരുമാനിച്ചു. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉപാസനയും. സായി ബാബയുടെ ദർശനത്താൽ അനുഗ്രഹീതരാവാൻ ഭാഗ്യം ലഭിക്കാത്ത ശുദ്ധഹൃദയന്മാർക്ക് ഈ സമാഹാരം ആനന്ദപ്രദമാകട്ടെ. അക്കാരണത്താൽ സായിബാബയുടെ സന്ദേശങ്ങളും പ്രഭാഷണങ്ങളും സീമാതീതമായ ആത്മജ്ഞാന കഥകളും ഞാൻ സംഭരിക്കുവാൻ തുടങ്ങി. ഇതിന് എനിക്ക് പ്രചോദനം തന്നതും സായിബാബ തന്നെയാണ്. ഞാൻ എൻ്റെ അഹങ്കാരത്തെ ബാബയുടെ പാദത്തിങ്കിൽ വെച്ച് എൻ്റെ മാർഗം ശുദ്ധമാണെന്ന് സങ്കൽപ്പിച്ച് ഇഹത്തിലും പരത്തിലും എൻ്റെ മാർഗം ആനന്ദത്തിൻ്റേതാക്കുമെന്ന് തീരുമാനിച്ചു. സായിബാബയോട് ഈ പുസ്തകം എഴുതാൻ എനിക്ക് നേരിട്ട് അനുവാദം ചോദിപ്പാൻ കഴിയാത്തതുകൊണ്ട് മാധവറാവു ദേശ്പാണ്ഡെ എന്നറിയപ്പെടുന്ന ബാബയുടെ അടുത്ത ഭക്തനായ ശ്യാമ എനിക്ക് വേണ്ടി ഇപ്രകാരം പറഞ്ഞു: ഈ അന്നാ സാഹേബിന് അവിടുത്തെ ജീവചരിത്രം എഴുതണമെന്ന ആഗ്രഹമുണ്ട്. അവിടുന്ന് ഒരു ഭിക്ഷാംദേഹിയായ ഫക്കീറാണെന്നും ജീവചരിത്രം എഴുതേണ്ടതില്ലെന്നും തടസ്സം പറയരുത്. അവിടുന്ന് അനുവദിച്ച് സഹായിച്ചാൽ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അയാൾ പുസ്തകം എഴുതി തീർക്കും. അവിടുത്തെ അനുഗ്രഹമില്ലാതെ ഒന്നും വിജയപ്രദമാവുന്നില്ല. ഇത് കേട്ടപ്പോൾ സായിബാബ സന്തുഷ്ടനായി എന്നെ അനുഗ്രഹിച്ച് എനിക്ക് ബുദ്ധി തന്ന് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ഇപ്രകാരം പറഞ്ഞു: അയാൾ കുറേ കഥകളും അനുഭവങ്ങളും ശേഖരിക്കട്ടെ, അതിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഉണ്ടാക്കട്ടെ. ഞാൻ സഹായിച്ചു കൊള്ളാം. അയാൾ വെറും ഒരു ബാഹ്യോപകരണം മാത്രമാണ്. അയാളിൽ കൂടി ഞാൻ തന്നെ എൻ്റെ ജീവചരിത്രം എഴുതി ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊള്ളാം. അയാളുടെ അഹങ്കാരം മുഴുവൻ ഉപേക്ഷിച്ച് എൻ്റെ കാൽക്കൽ വയ്ക്കട്ടെ. യാതൊരുത്തൻ അപ്രകാരം ചെയ്യുന്നുവോ അയാളെ ഞാൻ ഏറ്റവും സഹായിക്കും. എൻ്റെ ജീവചരിത്രത്തെ പറ്റിയല്ലേ, അയാളുടെ സ്വന്തം വീട്ടിൽ വെച്ച് ഞാൻ എന്നാലാവുന്ന എല്ലാ സേവനങ്ങളും ചെയ്തു കൊള്ളാം. അയാളിലുള്ള അഹങ്കാരം പരിപൂർണമായും അവസാനിച്ചാൽ, അതായത് അതിൻ്റെ നിഴൽ പോലും മാഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തന്നെ അയാളിൽ അധിനിവേശം ചെയ്ത് എൻ്റെ ജീവചരിത്രം എഴുതിക്കൊള്ളാം. എൻ്റെ കഥകളും സന്ദേശങ്ങളും കേൾക്കുന്നവർക്ക് ഭക്തി താനേ ജനിച്ച് ആത്മജ്ഞാനവും ആനന്ദവും ലഭിക്കും. ഒരാളുടെ കാഴ്ചപ്പാട് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനുള്ള നിർബന്ധ ബുദ്ധി പാടില്ല. മറ്റൊരാളുടെ അഭിപ്രായഗതിയെ എതിർക്കാനും പാടില്ല. ഒരു വിഷയത്തിൻ്റെയും സ്വീകാര്യതയെപ്പറ്റിയും അസ്വീകാര്യതയെപ്പറ്റിയും ചർച്ച ചെയ്യാനും പാടില്ല. ഇതാണ് ബാബ പറഞ്ഞ മറുപടി. ചർച്ച എന്ന പദം ഹേമന്ത് പാന്ത് എന്ന സ്ഥാനപ്പേര് എനിക്കെങ്ങനെ കിട്ടി എന്നു ഞാൻ പറയാമെന്ന് വായനക്കാരോട് ചെയ്ത വാഗ്ദത്തത്തെ എന്നെ ഓർമ്മിപ്പിക്കുന്നു. കാക്കാ സാഹേബ് ദീക്ഷിതും നാനാ സാഹേബ് ചന്ദോർക്കറും
എൻ്റെ അടുത്ത മിത്രങ്ങളായിരുന്നു. അവരെന്നോട് ഷിർദിയിൽ പോയി ബാബയെ ദർശനം ചെയ്യാൻ നിർബന്ധിക്കുകയും ഞാൻ അപ്രകാരം ചെയ്യാമെന്ന് വാഗ്ദത്തം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇടക്കാലത്തുണ്ടായ തിരിച്ചലുകളെ കൊണ്ട് എനിക്ക് ഷിർദിക്ക് പോകാൻ കഴിഞ്ഞില്ല. ലോനവാലയിലുള്ള എൻ്റെ ഒരു സ്നേഹിതന്റെ മകൻ രോഗബാധിതനായി. അയാളെക്കൊണ്ടാവുന്നതെല്ലാം പരിശ്രമിച്ചിട്ടും പനി വിട്ടുമാറിയില്ല. അയാളുടെ ഗുരുവെ മകന്റെ കിടക്കയ്ക്കരികിൽ ഇരുത്തി നോക്കി. എന്നിട്ടും കാര്യമുണ്ടായില്ല. ഇത് കേട്ട് ഞാൻ ആലോചിച്ചു, എന്താണ് ഗുരുവിനെക്കൊണ്ടൊരു പ്രയോജനം? അയാൾക്ക് എൻ്റെ സുഹൃത്തിൻ്റെ മകനെ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഒരു ഗുരുവിന് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഷിർദിക്ക് പോകുന്നത്? ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഷിർദി യാത്ര നീട്ടിവെച്ചു. പക്ഷേ സംഭവിക്കേണ്ടത് സംഭവിച്ചേ തീരൂ. അതെന്റെ കാര്യത്തിൽ ഇപ്രകാരമാണ് ഉണ്ടായത്. പ്രാന്ത് ഓഫീസറായിരുന്ന നാനാ സാഹേബ് ചന്നോർക്കർ ബസീനിലേക്ക് ടൂർ പോവുകയായിരുന്നു. താനയിൽ നിന്നും ദാദറിലെത്തി. അയാൾ ബസീനിയിലേക്കുള്ള വണ്ടിയും കാത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ബാന്ദ്രയിലേക്കുള്ള ലോക്കൽ വണ്ടി വന്നു. അങ്ങനെ അയാൾ ബാന്ദ്രയിലെത്തി. എന്നെ വിളിപ്പിച്ച് ഷിർദിയിൽ പോകാത്തതിനെപ്പറ്റി ശാസിച്ചു. ഞാൻ ഷിർദിക്ക് പോകണമെന്ന നാനയുടെ വാദഗതി ആനന്ദകരമായതും എന്നെ ബോധ്യപ്പെടുത്തുന്നതുമായതുകൊണ്ട് അന്നു രാത്രി തന്നെ ഞാൻ ഷിർദിക്ക് പോകാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ ലഗേജുമെടുത്ത് ഷിർദിക്ക് പുറപ്പെട്ടു. ദാദറിൽ ചെന്ന് മൻമാണ്ടിലേക്ക് വണ്ടി കയറാമെന്ന് കരുതി ദാദറിലേക്ക് ബുക്ക് ചെയ്ത് ഞാൻ വണ്ടിയിൽ കയറി. വണ്ടി പുറപ്പെടാറായപ്പോൾ തിരക്കിട്ട് ഒരു മുഹമ്മദീയൻ എൻ്റെ കമ്പാർട്ട്മെന്റിൽ കയറി. എൻ്റെ സാധനങ്ങളെല്ലാം കണ്ട് ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു. എൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞപ്പോൾ അയാൾ എന്നോട് ദാദറിലേക്ക് പോകേണ്ടെന്നും മൻമാഡ് മെയിൽ ദാദറിൽ നിൽക്കില്ലെന്നും ഞാൻ ബോരി ബന്ദറിൽ ഇറങ്ങിയാൽ മതിയെന്നും നിർദ്ദേശിച്ചു. ഈ ചെറിയ അത്ഭുത ലീല സംഭവിച്ചില്ലായിരുന്നെങ്കിൽ പിറ്റേന്ന് ഞാൻ ഷിർദിയിൽ എത്തുകയില്ലെന്നു മാത്രമല്ല, എന്റെ സംശയങ്ങൾ തന്നെ വർദ്ധിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയാവാൻ പാടില്ല. ഭാഗ്യം എന്റെ ഭാഗത്തായിരുന്നതുകൊണ്ട് പിറ്റേന്ന് രാവിലെ 9-നും 10-നും ഇടയ്ക്ക് ഞാൻ ഷിർദിയിലെത്തി. ബാബു സാഹിബ് അഥവാ കാക്കാ ദീക്ഷിത് അവിടെ കാത്തു നിന്നിരുന്നു. ഇത് 1910-ലായിരുന്നതുകൊണ്ട് അവിടെ ഭക്തന്മാർക്ക് താമസിക്കാൻ സദൈയുടെ വാട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുതിരവണ്ടിയിൽ നിന്നിറങ്ങിയതോടുകൂടി ബാബാ ദർശനത്തിന് എനിക്ക് ഔത്സുക്യം വർദ്ധിക്കുകയും ഉടൻ തന്നെ മഹാക്തനായ താത്യാ സാഹേബ് നൂൽക്കാർ മസ്ജിദിൽ നിന്ന് മടങ്ങി വരും വഴി ഞങ്ങളെ കാണുകയും ഞങ്ങളോട് സായിബാബാ സത്രത്തിൻ്റെ മൂലയ്ക്കൽ നിൽക്കുന്നുണ്ടെന്നും ഉടനെ പ്രാരംഭമായി ദർശനം കഴിക്കാമെന്നും പിന്നീട് സ്നാനത്തിന് ശേഷം സൗകര്യമായി ബാബയെ കാണാമെന്ന് പറയുകയും ചെയ്തു. ഇത് കേട്ടയുടനെ ഞാൻ ഓടിച്ചെന്ന് ബാബയെ നമസ്കരിച്ചു. എൻ്റെ ആനന്ദത്തിന് അതിരില്ലായിരുന്നു. നാനാ ചന്തോർക്കർ പറഞ്ഞു തന്നതിലും എത്രയോ ഉപരിയാണ് ഞാൻ കണ്ടത്. എൻ്റെ എല്ലാ ബോധനോപാധികളും ആ ദർശനമാത്രയിൽ സംതൃപ്തമായി. ഞാൻ വിശപ്പും ദാഹവും വിസ്മരിച്ചു. ബാബയുടെ പാദസ്പർശനം ചെയ്ത മാത്രയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പുതിയ തുടക്കം കുറിച്ചു. ഈ ദർശനത്തിന് എനിക്ക് വഴിവെച്ചും ത്വരിതപ്പെടുത്തിയും തന്ന എല്ലാവരോടും ഞാൻ കടപ്പാടുള്ളവനാണ്. അവരെൻ്റെ യഥാർത്ഥ ബന്ധുക്കളാണ്. അവരോടുള്ള കടപ്പാട് എനിക്ക് തീർത്താൽ തീരാത്തതാണ്. ഞാൻ അവരെ സ്മരിച്ച് മനസ്സാകെ നമിക്കുന്നു. സായി ദർശനത്തിൻ്റെ പ്രത്യേകത എനിക്ക് മനസ്സിലായിടത്തോളം ദർശനമാത്രയിൽ തന്നെ ചിന്താഗതികൾ അപ്പാടെ മാറ്റുന്നുവെന്ന് മാത്രമല്ല, മുൻപ് ചെയ്ത കൃത്യങ്ങളുടെ ശക്തി നിശേഷം നിർമ്മാർജ്ജനം ചെയ്ത് പ്രകൃതിയ ക്രമേണ ലൗകികത്തോട് നിസ്സംഗത്വവും നിർവികാരത്വവും വളർത്തിയെടുക്കുന്നുവെന്നതുമാണ്. പൂർവജന്മങ്ങളിലെ സൽക്കർമ്മം കൊണ്ട് മാത്രമാണ് ഈ ദർശനത്തിന് സാധ്യമാവുന്നത്. സായിബാബയെ ദർശിക്കലൊന്നുകൊണ്ട് മാത്രം
മുഴുവൻ പ്രപഞ്ചവും സായി രൂപമായി നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ചൂട്ട വാഗ്വാദം ഞാൻ ആദ്യമായി ഷിർദിയിലെത്തിയ അന്നു തന്നെ ഞാനും ബാലാസാഹേബ് ബാട്ടയുമായി ഒരു ഗുരുവിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു വാഗ്വാദമുണ്ടായി. ഞാൻ വാദിച്ചത്, നാം എന്തിന് നമ്മുടെ സ്വാതന്ത്ര്യം ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് വഴങ്ങുന്നു? നമുക്ക് നമ്മുടെ പ്രവൃത്തി ചെയ്യേണ്ടിയിരിക്കെ ഒരു ഗുരുവിൻ്റെ ആവശ്യമെന്താണ്? തന്നെത്താൻ പരിശ്രമിച്ച് രക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒന്നും ചെയ്യാതെ ഉറങ്ങി സമയം കളയുന്ന ഒരാളെ ഗുരുവിന് എന്ത് ചെയ്യാൻ കഴിയും? ഇങ്ങനെ സ്വതന്ത്ര മാർഗത്തെക്കുറിച്ച് ഞാനും മിസ്റ്റർ ബാട്ടെ മറിച്ച് വിധിയെക്കുറിച്ച് ഇപ്രകാരവും വാദിച്ചു. സംഭവിക്കാനുള്ളത് സംഭവിച്ചേ തീരൂ. മഹത്തുക്കൾ കൂടി പരാജിതരാവുന്നു. മനുഷ്യൻ ഒന്നാശിക്കുന്നു, ദൈവം മറ്റൊന്നു വരുത്തുന്നു. നിങ്ങളുടെ സാമർത്ഥ്യത്തെപ്പറ്റി മറക്കൂ. അഹങ്കാരവും അഹംഭാവവും നിങ്ങളെ സഹായിക്കുന്നില്ല. ഈ വാഗ്വാദം എല്ലാ വശങ്ങളെക്കുറിച്ചും 1 മണിക്കൂറിലധികം നടന്നെങ്കിലും സാധാരണ പോലെ ഒരു തീരുമാനത്തിലും എത്തിയില്ല. ഒടുക്കം മടുത്ത് ഞങ്ങൾക്ക് വാദം നിർത്തേണ്ടി വന്നു. ഇതിൻ്റെ എല്ലാം ഫലമായി എൻ്റെ മനഃശാന്തി നഷ്ടപ്പെടുകയും അഹംഭാവം കൊണ്ടും മറ്റും മാത്രമാണ് ഇത്തരം വാദത്തിന് പോകേണ്ടി വരുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഞാനെന്ന ഭാവം കൊണ്ട് മാത്രമാണ് ചുരുക്കത്തിൽ വാഗ്വാദത്തിന് പോകുന്നത്. പിന്നീട് ഞങ്ങൾ മറ്റുള്ളവരോടൊപ്പം മസ്ജിദിൽ പോയപ്പോൾ ബാബ കാക്കാ സാഹേബ് ദീക്ഷിതിനോട് ഇപ്രകാരം ചോദിച്ചു, എന്താ സദേവാടയിൽ നടന്നുകൊണ്ടിരുന്നത്? എന്തിനെ സംബന്ധിച്ചായിരുന്നു തർക്കം? എന്നിട്ട് എന്നെ തറപ്പിച്ചു നോക്കി ബാബ വീണ്ടും ചോദിച്ചു, ഈ ഹേമന്ത് പാന്ത് എന്തു പറയുന്നു? ഈ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. മസ്ജിദ് ഞാൻ താമസിക്കുന്നതിനും വാദം നടന്നതുമായ സദേവാടയിൽ നിന്ന് സാമാന്യം അകലെയാണ്. ബാബ അന്തർയാമിയും അന്ധകരണങ്ങളുടെ നാഥനുമല്ലെങ്കിൽ എങ്ങനെ ഈ വാദത്തെ മനസ്സിലാക്കി? മർമ്മപ്രധാനവും ഭാവി സൂചകവുമായ സ്ഥാനപ്പേര്. എന്താണ് സായിബാബ എന്നെ ഹേമന്ത് പാന്ത് എന്ന് വിളിക്കാൻ കാരണം? ഈ പദം ഹേമാന്ദ്രി പ്രാന്ത് എന്ന പേരിൻ്റെ ഒരു ചുരുക്കപ്പേരായി നാടൻ ഭാഷയിൽ പറഞ്ഞു വരുന്നതാണ്. ഈ ഹേമാന്ദ്രി പ്രാന്ത് യാദവ വംശത്തിൽപ്പെട്ട ദേവഗിരിയിലെ മഹാദേവ്, രാമദേവ് എന്നീ രാജാക്കന്മാരുടെ പ്രശസ്തനായ സജീവനായിരുന്നു. അദ്ദേഹം അഗാധ പണ്ഡിതനും സൽസ്വഭാവിയും ചതുർവർഗ്യ ചിന്താമണി, രാജപ്രശസ്തി എന്നീ മഹത് ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായിരുന്നു. പുതിയ തരം കണക്ക് സൂക്ഷിക്കുന്ന സമ്പ്രദായവും മറ്റും അദ്ദേഹം കണ്ടുപിടിച്ച് പ്രചരിപ്പിച്ചതാണ്. മോഡി എന്ന മറാത്തി ചുരുക്കെഴുത്ത് അദ്ദേഹം തുടങ്ങിവെച്ചതാണ്. അദ്ദേഹവുമായി താരതമ്യപ്പെടുത്തിയാൽ ഞാൻ നേരെ വിപരീതമായ മൂഢനും ബുദ്ധിശൂന്യനുമായ ഒരു വെറും സാധാരണക്കാരനാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു സംജ്ഞ എനിക്ക് തന്നതിൻ്റെ പ്രസക്തി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ അതിനെപ്പറ്റി അവഗാഢമായി ചിന്തിച്ചതിൽ ആ പേര് എൻ്റെ അഹംഭാവത്തിനെതിരായ ഒരു ശരമായിരുന്നുവെന്നും ഞാൻ സദാ ശാന്തനും എളിയവനുമായിരിക്കണമെന്ന് എന്നെ മനസ്സിലാക്കി തരുകയായിരുന്നുവെന്നും എനിക്ക് വെളിപ്പെട്ടു. കൂടാതെ തർക്കത്തിലുണ്ടായ എൻ്റെ സാമർത്ഥ്യത്തെ അഭിനന്ദിക്കലുമായിരിക്കാം അത്. എന്നാൽ ഭാവി ചരിത്രം നോക്കുമ്പോൾ ബാബ ബാബോൽക്കർക്ക് ഹേമന്ത് പാന്ത് എന്ന സ്ഥാനപ്പേര് കൊടുത്തത് സമുചിതവും അർത്ഥവത്തുമാണെന്ന് മാത്രമല്ല, ഭാവിയെ സൂചിപ്പിക്കലായിരുന്നുവെന്നും വ്യക്തമാണ്. അദ്ദേഹം പിന്നീട് സായി സനസ്ഥാൻ വളരെ സമർത്ഥമായി ഭരിക്കുകയും കൃത്യമായും സത്യമായും കണക്കുകൾ സൂക്ഷിക്കുകയും ചെയ്തുവെന്ന് മാത്രമല്ല, സായി സച്ചരിതമെന്ന ജ്ഞാനം, ഭക്തി, നിസ്സംഗം എന്നീ വിഷയങ്ങളെക്കുറിച്ചും ആത്മാർപ്പണം, ആത്മജ്ഞാനം എന്നിവയെ സംബന്ധിച്ചും പ്രതിപാദിക്കുന്ന ഒരു മഹൽ ഗ്രന്ഥം രചിക്കുകയും ചെയ്തു. ഗുരുവിൻ്റെ ആവശ്യകതയെപ്പറ്റി ഇതിനെപ്പറ്റി ബാബ പറഞ്ഞതിനെ സംബന്ധിച്ച് ഹേമന്ത് പാന്ത് യാതൊരു കുറിപ്പോ മറ്റോ എഴുതി കാണുന്നില്ലെങ്കിലും കാക്കാ സാഹേബ് ദീക്ഷിത് ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്.
ഹേമന്ത് പാന്തും സായി ബാബയും തമ്മിൽ മുൻ പറഞ്ഞ സംഭാഷണം നടന്നതിൻ്റെ പിറ്റേന്ന് കാക്കാ സാഹേബ് ബാബയെ കണ്ട് ഷിർദിയിൽ നിന്നും മടങ്ങിപ്പോവാൻ അനുവാദം ചോദിച്ചു. ബാബ സമ്മതിച്ചു. അപ്പോൾ മറ്റൊരാൾ ഇങ്ങനെ ചോദിച്ചു, ബാബ എവിടെ പോകാനാണ്? ബാബ പറഞ്ഞു, ഉന്നതിയിലേക്ക്. അപ്പോൾ അപരൻ ചോദിച്ചു, എങ്ങനെയാണ് വഴി? ബാബ ഇപ്രകാരം പറഞ്ഞു, അവിടേക്ക് വളരെയേറെ മാർഗങ്ങളുണ്ട്. ഈ ഷിർദിയിൽ നിന്നും ഒരു മാർഗമുണ്ട്. വഴി ദുർഘടം പിടിച്ചതാണ്. മാർഗമധ്യത്തിലെ വനാന്തരങ്ങളിൽ പുലികളും ചെന്നായ്ക്കളുമുണ്ട്. അത് കേട്ട് കാക്കാ സാഹിബ് ചോദിച്ചു, പക്ഷേ ബാബ, ഒരു വഴികാട്ടിയെ ഞങ്ങൾ കൂടെ കൂട്ടിയാലോ? ബാബ അതിന് ഇപ്രകാരം മറുപടി പറഞ്ഞു, എങ്കിൽ യാതൊരു വിഷമവുമില്ല. വഴികാട്ടി നിങ്ങളെ കുണ്ടുകളിൽ നിന്നും കുഴികളിൽ നിന്നും പുലികളിൽ നിന്നും ചെന്നായ്ക്കളിൽ നിന്നും അകറ്റി നേരെ ലക്ഷ്യത്തിലെത്തിക്കും. അത്തരം വഴികാട്ടിയില്ലെങ്കിൽ നിങ്ങൾ കാട്ടിൽ വഴിതെറ്റിപ്പോവാനോ അഗാധ ഗർത്തങ്ങളിൽ വീണു പോവാനോ സാധ്യതയുണ്ട്. ബാബോൽക്കർ ഈ അവസരത്തിൽ സന്നിഹിതനായിരുന്നു. ഗുരുവിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബാബയുടെ ഖണ്ഡിതമായ അഭിപ്രായം ഇതാണെന്ന് അയാൾക്ക് മനസ്സിലായി. സായി ലീല വാള്യം 1 നമ്പർ 5 പേജ് 47. അന്ന് തൊട്ട് മനുഷ്യൻ സ്വതന്ത്രനോ പരാധീനനോ എന്നും മറ്റുമുള്ള വാഗ്വാദങ്ങൾ ആധ്യാത്മിക വിഷയങ്ങളിൽ അപ്രസക്തവും അനാവശ്യവുമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. പരമാർത്ഥത്വം ഗ്രഹിപ്പാൻ ഗുരുപദേശം കൊണ്ട് മാത്രമേ സാധ്യമാവൂവെന്നും അവതാര പുരുഷന്മാരായ ശ്രീരാമകൃഷ്ണന്മാർ പോലും ഗുരുഭക്തന്മാരായ വസിഷ്ഠൻ, സാന്ദീപനി എന്നിവർക്ക് വഴങ്ങിയിരുന്നുവെന്നും ആത്മബോധത്തിലും പുരോഗമനത്തിനും വേണ്ട ഒരേയൊരു ഗുണം വിശ്വാസവും ക്ഷമയുമാണെന്നും ഹേമന്ത് പാന്തിന് മനസ്സിലാവുകയും അത് സായി സച്ചരിതം മൂലഗ്രന്ഥത്തിൽ 2-ാം അധ്യായം 191, 192 എന്നീ ശ്ലോകങ്ങളിൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.